കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ നല്ല രീതിയിൽ അഴിച്ച് പണിയുന്നുണ്ട്, നല്ല രീതിയിൽ അഴിച്ച് പണിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ കളിയാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അതിനെ കളിയാക്കാതെ എന്താണ് ഈ മാറ്റം എന്ന് മനസ്സിലാക്കുക. പണ്ട് നമ്മുടെ പഴയ ആൾക്കാർ അടിമകളായിരുന്ന സമയത്ത് പാടത്ത് പണിയെടുത്തോണ്ടിരുന്നത് അരി മേടിക്കാനും വസ്ത്രം മേടിക്കാനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടാണ് അവർ പണിയെടുത്തതും പ്രക്ഷോഭങ്ങൾ നടത്തിയതെങ്കിൽ ഇപ്പോഴത്തെ ജനങ്ങൾ പണിയെടുക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളിൽ പോയി വൈറ്റ് കോളർ സ്ലേവ്സ് ആയിട്ടിരുന്ന് പണിയെടുക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. രണ്ട് സിനാരിയോ ആണ്. ഒന്ന് സർവൈവൽ ആയിരുന്നു, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നവോത്ഥാനത്തിലേക്കാണ് അവർ നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടെത്തിച്ചു തന്നത്. പണ്ടത്തെ പോലെ കയ്യെ പിടിച്ച് വലിച്ച് നവോത്ഥാനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം വായിലോട്ട് വെച്ചുരുട്ടി തരേണ്ട പറ്റത്തില്ല, അതിന്റെ ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം അവർ നേടിത്തന്നത്. എല്ലാവർക്കും അക്ഷരാഭ്യാസം ഇല്ലേ, വിദ്യാഭ്യാസം ഇല്ലേ? ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ കയറിപ്പോവും, അല്ലാത്തവര് കയറിപ്പോവും, കുറച്ച് സമയം എടുക്കും. ആരെയും വിട്ടിട്ടൊന്നും പോത്തൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബേസിക്കലി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓരോ പ്രസ്ഥാനത്തെയും ഒക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് എല്ലാം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. രാജ്യം വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, അംഗീകരിക്കുന്നു. പക്ഷെ അതിനൊരു കാരണവുമുണ്ട്. ലോകം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭൂമി, അതിനകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ചൈനയുടെ ഉദാഹരണമായിട്ട് വരരുത്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാഡിക്കൽ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ റേസ് ഏറെക്കുറെ ഒന്നാണ്. അതുപോലെ അല്ല ഇന്ത്യ ഒരു സഹിഷ്ണുതയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്തരായ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംഭവങ്ങളെ പറ്റി അറിയത്തില്ലേ? അപ്പൊ അതിൻ്റെതായ സമയമെടുക്കും. എന്നിരുന്നാലും രാജ്യം നല്ല രീതിയിൽ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൾ കൂടെ പഠിച്ച എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിച്ചു നോക്ക്. ഇവിടെ ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ച് പുറത്തു പോയി ജോലി ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ വിളിച്ച് സംസാരിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോയ ആൾക്കാരെ ഔട്ട് പെർഫോം ചെയ്യാൻ അവിടുത്തെ ആൾക്കാർക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടുത്തെ ഉള്ളത്. ഇനി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്കിൽ ഓറിയന്റഡ് ആയിട്ട് കൂടെ മാറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനിയും അപ്ഡേഷൻസ് വരും. പഴയ നമ്മുടെ ഗുരുകുല സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരും. സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇനി കൊണ്ടുവരും. 2040 ആകുമ്പോഴത്തേക്കുണ്ടല്ലോ രാജ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് രാജ്യം വളർന്ന് സെറ്റാവും. നല്ല വൃത്തിയുള്ള സിവിക് സെൻസ് ഉള്ള ഒരു രാജ്യമായിട്ട് മാറും. ലോക രാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിൽ ഈ രാജ്യം വളരും. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പരിപാടി നിർത്താം. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 79 വർഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ 79 വർഷമായിട്ട് നമ്മൾ ആരുടെ അടിമകളല്ല. എൻ്റെ വീടിനപ്പുറത്ത് ഒരു ആൻറ്റി 62 വയസ്സുണ്ട്. അവരിപ്പോൾ സ്കൂട്ടർ ഓടിച്ച് പഠിച്ചു തുടങ്ങി. 20 വർഷമായിട്ട് അവരുടെ വീട്ടിൽ സ്കൂട്ടറുണ്ട്. അവര് പഠിക്കാൻ തുടങ്ങിയത് 60ാമത്തെ വയസ്സിലാണെന്നേ ഉള്ളൂ. 20 വർഷമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നല്ല, സ്കൂട്ടർ ഓടിക്കായിരുന്നു അവർക്ക്. ഞാൻ പറഞ്ഞ കാര്യം കണക്റ്റ് ആയോ? 79 വർഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആരുടെ അടിമകളല്ല. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താവണം, നമ്മുടെ രാജ്യം എന്താവണം. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനം എല്ലാവർക്കും ഉടനെ മനസ്സിലാവത്തില്ല. പക്ഷെ ഇതിപ്പം തന്നെ മനസ്സിലായ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിക്കും. നിങ്ങളുടെ പുറകെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക്, ഇപ്പം മനസ്സിലാവാത്ത ആൾക്കാർക്ക് കുറച്ച് 2-3 വട്ടം കണ്ടു നോക്കുക. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. സഖാവിൻ്റെ അർത്ഥം എൻ്റെ അറിവിൽ ഒന്നും പ്രതീക്ഷിക്കാത്ത സുഹൃത്ത് എന്നാണ് എൻ്റെ അറിവ്. സഖാവിൻ്റെ അർത്ഥം. അപ്പം
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലാൽ സലാം സാഹുക്കളെ.